നിങ്ങൾ അറിഞ്ഞായിരുന്നു ആയുർ സ്കൂളിലെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് സ്റ്റാലിൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഗ്രീസൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും കെട്ടാനുള്ള ഫ്ലക്സ് ട്രിപ്പിന്റെ ആൾക്കാർ അപ്പുവിന്റെ കയ്യിൽ കൊണ്ട് തന്നു. ആ ഫ്ലക്സ് ആണ് ഈ ഫ്രണ്ടിൽ കെട്ടിയിട്ട് ഇരിക്കാത്തതുകൊണ്ട് അപ്പു ആ ചെറുടം പിടിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ അപ്പുറത്തുള്ള പഴക്കടയിൽ പോയി കത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഫ്ലക്സിലെ ബാക്കി കയറെല്ലാം മുറിച്ചു കളഞ്ഞത്. ഇതൊന്നും അറിയാതെ വണ്ടിക്കകത്ത് കിടന്ന ജിത്തു സാർ നല്ല ഉറക്കം. അങ്ങനെ ഇന്നത്തെ ട്രിപ്പിനുള്ള ആൾക്കാരെ കയറ്റാനുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ് നമ്മൾ ജിത്തുവിനെ പതുക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ എന്നുള്ള മട്ടിലാണ് ജിത്തു സാർ വണ്ടിയിൽ നിന്ന് എഴിച്ചു വരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി ദോശയും സാമ്പാറും കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. അങ്ങനെ നമ്മളെ വണ്ടി എടുത്ത് കുറച്ചു ദൂരം പോയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. ജിത്തു സാർ ക്യാബിനിലെ കുഷനിലും അപ്പു സാർ ബെർത്തിലും കിടന്നാണ് സുഖമായിട്ട് കിടന്ന് ഇപ്പൊ ഉറങ്ങിയത്. അങ്ങനെ ഒന്ന് ഉറങ്ങി കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സാറിന്റെ പരിപാടിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ടോളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമുള്ള 70ഓളം ടൂറിസ്റ്റ് ബസ്സുകൾ ഈ ട്രിപ്പിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വണ്ടികളും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ നിർത്തിയപ്പോഴും കുന്നംകുളം രംഗം എന്നറിയപ്പെടുന്ന ദൂതൻ ബസിന്റെ മുതലാളിയെ നമ്മൾ കണ്ടത്. അപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബൈപ്പാസിന് തന്നെ അവരങ്ങ് ബ്ലോക്ക് ആയി. പാർട്ടി പരിപാടിയുടെ പവർ ഇപ്പം മുതലേ അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ വണ്ടിക്കകത്ത് തുണിയൊന്നും ഇടാതിരിക്കുന്ന ജിത്തു സാറിനെ നമ്മൾ കണ്ടത്. തുണിയൊന്നും ഇടാതിരിക്കുന്ന ജിത്തുവിനെ കണ്ടപ്പോൾ പാർട്ടിക്കാര് സ്റ്റാലിൻ സാറിന്റെ പടം നെഞ്ചിലൊടിച്ച ടീഷർട്ട് സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ആ ടീഷർട്ട് ഇട്ടിട്ടായിരുന്നു ജിത്തു സാറിന്റെ മാസ്മരികമായിട്ടുള്ള ഡ്രൈവ്. നമ്മുടെ വണ്ടിയുടെ റണ്ണിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പു സാർ നേരത്തെ തന്നെ ദൂതന്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഷൂട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ദൂതന്റെ ബസ് ബാക്കിലായി. പിന്നീട് അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് ദൂതന്റെ ബസിന്റെ വീഡിയോ ഷൂട്ട് ഞാനാണ് എടുത്തത്. ഞാൻ എടുക്കുന്ന വീഡിയോയിലെ ഫ്രെയിം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കുന്നംകുളം രംഗം ദൂതന്റെ ബസ്സും കൊണ്ട് പാസ് ചെയ്ത് പോയപ്പോഴാണ് നമ്മുടെ വണ്ടിക്കകത്തുള്ള ആഘോഷങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഉച്ചയ്ക്ക് വിശപ്പടിച്ചപ്പോൾ നമ്മുടെ വണ്ടികൾ റോഡിന് സൈഡിൽ നിർത്തി. സ്റ്റാലിൻ സാറിന്റെ പാർട്ടിക്കാർ ഫുഡൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. നാം വന്ന് സ്റ്റാലിൻ സാറോട് ആൾ എന്നൊക്കെ പറഞ്ഞാണ് ജിത്തു സാർ ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നത്. ബാക്കി വീഡിയോ നാളെയാണ് കേട്ടോ.